ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം സാഹിത്യകേസരി പണ്ഡിറ്റ് പി ഗോപാലൻ നായരുടെ വ്യാഖ്യാനം, ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധീകരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം, 2-ാം അധ്യായം. വ്യാസ ഉവാച ഇതി സംഹൃഷ്ടോ വിപ്രാണാം രോമഹർഷണീ പ്രതിപൂജ്യവചസ്തേഷാം പ്രവക്തും ഉപചക്രമേ. വ്യാസർ പറഞ്ഞു, 1-ാം അധ്യായത്തിൽ മുനികൾ ചെയ്ത 6 ചോദ്യങ്ങളിൽ 4 ചോദ്യങ്ങൾക്കുള്ള സമാധാനം ഈ 2-ാം അധ്യായത്തിൽ പറയുന്നു. ബ്രാഹ്മണരുടെ ഇപ്രകാരമുള്ള ശോഭനമായ ചോദ്യത്താൽ നല്ലവണ്ണം സന്തോഷിച്ച രോമഹർഷണപുത്രനായ സൂതൻ, ഉഗ്രശ്രവസ് എന്നും സൂതന് മറ്റൊരു പേരുണ്ട്, അവരുടെ വാക്കിനെ അഭിനന്ദിച്ച ശേഷം സമാധാനം പറയുവാൻ തുടങ്ങി. സൂത ഉവാച യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദൈവായനോ വിരഹകാദ്രാജോഹവാം പുത്രേതി തന്മയതയാ തരോഭിനേതുസ്തം സർവബോധഹൃദയം മുനിമാനതോസ്മി. സൂതൻ പറഞ്ഞു, മഹർഷിമാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തുടങ്ങുന്ന സൂതൻ തൻ്റെ ഗുരുവായ ശുഖബ്രഹ്മർഷിയുടെ സർവാത്മഭാവത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു. കർമ്മമാർഗങ്ങളിൽ നിന്നൊഴിഞ്ഞവനാകിയാൽ ഉപനയനം എന്ന കർമാധികാരത്തെ സ്വീകരിക്കാതെ സർവവും ഉപേക്ഷിച്ച് ആത്മാരാമനായി പിതാവിനെയും വെടിഞ്ഞ് സന്യസിച്ചു പോകുന്ന ശുഖബ്രഹ്മർഷിയുടെ വിരഹം നിമിത്തമുള്ള ദുഃഖത്തെ സഹിക്കാൻ വയ്യാതെ വ്യാസൻ പുത്ര എന്ന അത്യുച്ചത്തിൽ വിളിച്ചു കരഞ്ഞു. അപ്പോൾ 4 ഭാഗത്തും നിൽക്കുന്ന വൃക്ഷങ്ങളും ആ ശബ്ദത്തെ തന്നെ പുറപ്പെടുവിച്ചു. എങ്ങും സുഖമയമായി ഭവിച്ചു. ആത്മമാത്രനായ ശുഖൻ തന്നെ പിതാവിൻ്റെ പുത്രസ്നേഹരൂപമായ പാശത്തെ ഛേദിക്കുവാൻ ഈ മാതിരി ശബ്ദം വൃക്ഷങ്ങളിൽ നിന്ന് പുറപ്പെടുവിച്ചു. സർവഭൂതങ്ങളിലും ഒരേ സമയത്ത് പ്രവേശിപ്പാൻ തക്ക മഹിമയുള്ള സർവാത്മാവായ ആ ശുഭബ്രഹ്മർഷിയെ ഞാൻ നമസ്കരിക്കുന്നേൻ. വൃക്ഷങ്ങളും പുത്ര എന്നു ശബ്ദിച്ചതിനാൽ സർവാത്മാവായ തനിക്ക് പിതൃപുത്രഭാവം ഇല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. യസ്വാനുഭവം അഖിലശ്രുതിസാരമേകമധ്യാത്മദീപമതിദിഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുപയാമി ഗുരും മുനീനാം. സംസാരമാകുന്ന ഘോരാന്ധകാരത്തെ കടക്കുവാൻ ആഗ്രഹിക്കുന്ന ലൗകികന്മാരെ കുറിച്ചുണ്ടായ കരുണയാൽ അസാധാരണ മഹിമയുള്ളതും വേദങ്ങളുടെ സാരമടങ്ങിയതും ഉപമ പറവാൻ തക്കതായ രണ്ടാമതൊരു വസ്തുവോട് കൂടാത്തതും ആത്മസ്വരൂപത്തെ നന്നായി പ്രകാശിപ്പിക്കുന്നതുമായ പുരാണ രഹസ്യത്തെ വേറെ എടുത്ത് ഉപദേശിച്ചിരിക്കയാൽ മുനികളുടെ ഗുരുവായ വ്യാസപുത്രനെ ഞാൻ ശരണം പ്രാപിക്കുന്നേൻ. നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുതിരേൽ. നാരായണൻ, നരോത്തമനായ നരൻ, വാഗ്ദേവതയായ സരസ്വതി ദേവി, വ്യാസർ ഇവരെ വന്ദിച്ച ശേഷം സംസാര സങ്കടത്തെ ജയിപ്പാനുള്ള മാർഗത്തെ ഉപദേശിക്കുന്നതായ പുരാണം ആരംഭിക്കണമെന്നുള്ള ന്യായാനുസരണം ഞാൻ അവരെയെല്ലാം നമസ്കരിച്ചിട്ട് ഗ്രന്ഥത്തെ ആരംഭിക്കുന്നേൻ. മുനയ സാധുപൃഷ്ടോഹം ഭവദ്ഭിർലോകമംഗളം യൽകൃഷ്ണ സംപ്രശ്നോയേനാത്മാ സുപ്രസീദതി. അല്ലയോ മുനിമാരെ, ലോകത്തിന് മംഗളത്തെ ജനിപ്പിക്കുന്ന ശ്രീകൃഷ്ണന്റെ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചതിനാൽ ഞാൻ പരമധന്യനായി. ശ്രേയസാധനമായ കൃഷ്ണചരിതം പറവാൻ നിങ്ങളുടെ ചോദ്യം കാരണമായി വന്നിരിക്കയാൽ നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ശ്രീകൃഷ്ണകഥ പറയുന്നവരുടെയും കേൾക്കുന്നവരുടെയും മനസ്സിനെ ഏറ്റവും പ്രസന്നമാക്കുന്നു. സവൈവും സാംബരോ ധർമ്മോ യഥോ ഭക്തിരഥോക്ഷജേ അഹേതുക്യപ്രതിഹതായ ആത്മാസം പ്രസീദതീയേ. ഏതുവിധമായ പ്രവൃത്തിയാൽ ഫലകാംക്ഷയോട് കൂടാത്തതും ഇളക്കമില്ലാത്തതുമായ ഭക്തി ശ്രീകൃഷ്ണ ഭഗവാനിൽ ജനങ്ങൾക്കുണ്ടാകുമോ, ആ പ്രവൃത്തി തന്നെ നാശരഹിതമായ ഫലത്തെ നിശ്ചയമായും ജനിപ്പിക്കുന്ന പരധർമ്മം. എന്തുകൊണ്ടെന്നാൽ ഭക്തി ഉണ്ടാകുമ്പോൾ മനസ്സ് രജസ്തമോ ഗുണവൃത്തികളെ വെടിഞ്ഞ് സത്വഗുണത്തെ മാത്രം അവലംബിക്കുന്നതായി ഭവിക്കയാൽ പരമാനന്ദം സ്ഫുരിപ്പാൻ യോഗ്യതയുള്ളതായിത്തീരുന്നു. സ്വർഗാദി ഫലത്തെ കാക്ഷിച്ചുകൊണ്ട് ഈശ്വരനെ ആരാധിക്കുന്നത് താണനിലയും ഫലകാംക്ഷ കൂടാതെ ഭഗവാനെ ഭജിക്കുന്നത് പരമാനന്ദ ഹേതുകമായിരിക്കയാൽ ഉയർന്ന നിലയുമാകുമെന്ന് സാരം. സർവശാസ്ത്രപരമായും നിശ്ചയമായും ശാശ്വത ഫലത്തെ ജനിപ്പിക്കുന്നതുമായ ധർമ്മം എന്താകുന്നു എന്നുള്ള പ്രഥമ പ്രശ്നത്തിനുള്ള ഉത്തരമായിട്ട് ശ്രീകൃഷ്ണനിൽ പരമപ്രേമം ഉത്തമധർമ്മം എന്ന് പറഞ്ഞു. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിതാം ജയനത്യാശു വൈരാഗ്യം ജ്ഞാനം യത്തദഹൈതുകം. യജ്ഞം, ദാനം, തപസ് മുതലായവ കൊണ്ടുണ്ടാകുന്ന ജ്ഞാനമല്ലയോ മോക്ഷഹേതു. ഭക്തി കൊണ്ട് മോക്ഷം സിദ്ധിക്കുന്നതെങ്ങനെ എന്നുള്ള ശങ്കയെ ഈ പദ്യം കൊണ്ട്
തീർക്കുന്നു. ജ്ഞാനവൈരാഗ്യാദികളായ ഐശ്വര്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന മഹിമയോടുകൂടിയ ശ്രീകൃഷ്ണനിൽ പരമപ്രേമലക്ഷണയായ ഭക്തി ഉറയ്ക്കും തോറും അന്യങ്ങളായ തുച്ഛവിഷയങ്ങളിൽ രതി തോന്നാതെ വരികയെന്നുള്ള വൈരാഗ്യം ബലപ്പെട്ടു വരുന്നു. തന്നിമിത്തം അന്ധകരണം പരിശുദ്ധമാകുന്നു. അതിനാൽ ഉപനിഷത്തുകളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആത്മസ്വരൂപജ്ഞാനം ഉണ്ടാവുന്നു. അതിനാൽ ഭക്തി ജ്ഞാന സാധനമാകുന്നുവെന്ന് സാരം. ധർമ്മ സ്വനിഷ്ഠതപ്പം സാം വിശ്വക്സേന ഗതാസുയാം അല്പാദ്യേദ്യതിരതിം ശ്രമ ഏവ കേവലം. ഏതേതു വിധം പ്രവൃത്തിയായാലും ഭഗവത് ഭക്തിയെ ജനിപ്പിക്കുന്നതായാൽ അതുതന്നെ ശ്രേയസാധനം എന്ന് പറഞ്ഞതിനെ വ്യതിരേകമുഖേനയും ഉറപ്പിക്കുന്നു. വർണ്ണാശ്രമാദികൾക്ക് നിശ്ചയിച്ചതായ ധർമ്മത്തെ നന്നായി അനുഷ്ഠിച്ചുവെങ്കിലും ആ അനുഷ്ഠാനം ശ്രീഹരിയുടെ കഥകളിൽ താല്പര്യമുണ്ടാവാൻ തക്കവിധം അന്ധക്കരണശുദ്ധി വരുത്തുന്നില്ലെങ്കിൽ അതു കേവലം അധ്വാനം എന്ന് മാത്രം. ധർമാനുഷ്ഠാനത്തിൻ്റെ ഫലം അന്ധക്കരണശുദ്ധി. അതിൻ്റെ ലക്ഷണം ഭഗവത് കഥാരതി എന്ന് സാരം. ധർമ്മസ്യ ഹ്യാപവർഗസ്യാനാർദ്ധോർദ്ധായോപകൽപ്പതേ നാർദ്ധസ്യ ധർമ്മൈകാന്തസ്യ കാമോ ലാഭാഹി സ്മൃതാം. ഹരിഭക്തിയാൽ വിഷയവൈരാഗ്യവും അതിനാൽ ആത്മജ്ഞാനവും സിദ്ധിക്കുന്നതിനാൽ ഹരിഭക്തി പരമധർമ്മമെന്നാണ് ഇതിന് മുമ്പ് കഴിഞ്ഞ 8 ശ്ലോകം കൊണ്ട് ഉറപ്പിച്ചത്. ഇതല്ല മറ്റു ചിലരുടെ അഭിപ്രായം. ധർമ്മത്തിൻ്റെ ഫലം അർത്ഥത്തിൻ്റെ ഫലം കാമം, വിഷയഭോഗം. കാമത്തിൻ്റെ ഫലം ഇന്ദ്രിയപ്രീതി, ഇന്ദ്രിയപ്രീതി നിമിത്തം വീണ്ടും പ്രവൃത്തി, പിന്നെയും ധർമാർത്ഥാദി പ്രാപ്തി. അതുകൊണ്ട് അർത്ഥാർജനത്തിനു വേണ്ടി ധർമ്മം സമ്പാദിക്കേണ്ടതാണ് എന്നാണ് അന്യന്മാരായ ആചാര്യന്മാർ പറയുന്നത്. ആ പക്ഷത്തെ നിരാകരിപ്പാനാണ് ഇതും ഇനിയത്തേതുമായ 2 പദ്യങ്ങളെ ആരംഭിച്ചിട്ടുള്ളത്. സംസാര സങ്കടങ്ങളെ തീരെ നശിപ്പിച്ച നിത്യാനന്ദ സ്വരൂപമായ മോക്ഷത്തെ സാധിപ്പിക്കാനുള്ള മുഖ്യ സാധനമായ ധർമ്മത്തിൻ്റെ മുഖ്യമായ പ്രയോജനം അർത്ഥത്തെ ജനിപ്പിക്കുകയാണെന്ന് വന്നുകൂടാ. അർത്ഥം നശ്വരമാകിയാൽ അതിൻ്റെ പ്രാപ്തി ക്ഷണിക സുഖത്തെയല്ലാതെ ശാശ്വത സുഖത്തെ നൽകാത്തതിനാൽ അർത്ഥത്തെ ജനിപ്പിക്കുന്നതുകൊണ്ട് മാത്രം ധർമ്മം കൃതാർത്ഥമായി ഭവിക്കയില്ല. അതുപോലെ തന്നെ ധർമ്മത്തെ നിലനിർത്തേണ്ടതിന് മുഖ്യ സാധനത്വന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അർത്ഥം ഇന്ദ്രിയപ്രീതിയെ ജനിപ്പിക്കുന്ന വിഷയഭോഗം കൊണ്ട് മാത്രം കൃതകൃത്യമായി എന്നും വരുന്നതല്ല. ഭോഗാവസാനത്തിൽ ഇന്ദ്രിയപ്രീതിയും അവസാനിക്കുന്നതിനാൽ അർത്ഥത്തെ ഇന്ദ്രിയപ്രീതി രൂപമായ തുച്ഛഫലത്തിനായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അതിനെ തെറ്റായ വിധത്തിൽ ഉപയോഗിച്ചുവെന്നേ വരുന്നുള്ളൂ. കാമസ്യേന്ദ്രിയപ്രീതിലാഭോ ജീവേതയാവതാ ജീവസ്യ തത്വജിജ്ഞാസാനാർദ്ധോ യേഹകർമ്മഭി. വിഷയഭോഗരൂപമായ കാമത്തിൻ്റെ പരമപ്രയോജനം ഇന്ദ്രിയപ്രീതിയല്ല. ഇന്ദ്രിയങ്ങൾ കാമോപഭോഗത്താൽ തൃപ്തിയെ പ്രാപിക്കുകയില്ല, വീണ്ടും വീണ്ടും ആഗ്രഹിക്കുകയേ ചെയ്യുകയുള്ളൂ. എന്നാൽ എത്രമാത്രമുള്ള വിഷയോപഭോഗത്താൽ ജീവിച്ചിരിപ്പാൻ കഴിയുമോ അത്രമാത്രമുള്ള വിഷയസേവ ചെയ്യുന്നത് തന്നെ കാമത്തിൻ്റെ മുഖ്യ പ്രയോജനം. ജീവനത്തിൻ്റെ പ്രയോജനം കർമ്മങ്ങൾ ചെയ്ത് അർത്ഥാദികളെ വീണ്ടും സമ്പാദിക്കുന്നതല്ല. ഏതൊന്നിനെ അറിഞ്ഞാൽ പിന്നെ ഈ വിധം സംസാര ദുഃഖം അനുഭവിപ്പാൻ സംഗതി വരികയില്ലയോ ആ പരമതത്വത്തെ അറിവാൻ ഉപകരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നതിന് മാത്രമാണ് ജീവിക്കുന്നതിൻ്റെ പരമപ്രയോജനം. വദന്തി തത്തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. എന്നാൽ തത്വജിജ്ഞാസ എന്നത് ധർമ്മജിജ്ഞാസ തന്നെയല്ലേ, ധർമ്മം തന്നെയല്ലേ തത്വം എന്നുള്ള അഭിപ്രായം ചിലർക്കുണ്ട്. ഈ വാദത്തിൽ സ്വപക്ഷത്തെ ഉറപ്പിക്കുവാനാണ് ഇനി ആരംഭം. തത്വസ്വരൂപത്തെ നന്നായി അറിഞ്ഞിരിക്കുന്ന ഋഷികൾ അദ്വയമായ ജ്ഞാനമാണ് പരമതത്വം എന്ന് പറയുന്നു. ക്ഷണംതോറും മാറിക്കൊണ്ടിരിക്കുന്ന ജ്ഞാനമല്ല, അവികാരിയും ഏകരൂപവും പ്രതിദ്വന്ദ്വിയില്ലാത്തതുമായ ജ്ഞാനം എന്നു കാണിപ്പാനാണ് അദ്വയമായ എന്ന പദത്തെ ജ്ഞാനത്തിന് വിശേഷണമായി ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ തത്വവിത്തുക്കളെല്ലാവരും ഒരുപോലെയല്ല പറയുന്നത് എന്നൊരു വാദത്തിന് വഴിയുണ്ട്. ആ വാദം ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ ഒരേ തത്വത്തെ ഓരോരുത്തരും പേരുമാറ്റി പറയുന്നതല്ലാതെ തത്വസ്വരൂപത്തിൽ അവർ ഭേദിക്കുന്നില്ല. ഉപനിഷത്തുക്കളെ പ്രബല പ്രമാണമായി നിശ്ചയിച്ചിരിക്കുന്ന തത്വജ്ഞന്മാർ പരമാർത്ഥ തത്വത്തെ ബ്രഹ്മമെന്നു പേർ പറയുന്നു. ഹിരണ്യ ഗർഭോപാസകന്മാർ ആ തത്വത്തെ തന്നെ പരമാത്മാവെന്നും പറയുന്നു. ഭക്തന്മാർ അതിനെ തന്നെ ഭഗവാൻ എന്ന നാമത്താൽ വ്യവഹരിക്കുന്നു. ശ്രദ്ധാനാമുനിയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്ത്യാത്മനിജാത്മാനം ഭക്തിയാശ്രുതഗൃഹീതയാ. മേൽ പ്രസ്താവിച്ച വിധം പല നാമങ്ങളിൽ പറഞ്ഞതായ ആ പരമാത്മതത്വത്തെ അറിവാൻ ശ്രദ്ധ വെച്ചുകൊണ്ടിരിക്കുന്ന മുനിമാർ ആ അറിവിനെ പ്രതിപാദിക്കുന്ന വേദാന്തങ്ങളെ ഉപനിഷത്തുകളെ ആചാര്യമുഖത്തിൽ നിന്ന് ശ്രവിക്കുന്നു. അപ്പോൾ നാശരഹിതമായ ഒരു തത്വമുണ്ടെന്നുള്ള പരോക്ഷജ്ഞാനം അവർക്കുണ്ടാകുന്നു.
അതിൻ്റെ വളർച്ചയോടുകൂടെ മറ്റു വിഷയങ്ങളിൽ ശ്രദ്ധ കുറഞ്ഞു വരികയും തത്വത്തിൽ പരമപ്രേമ ലക്ഷണയായ ഭക്തി ജനിക്കുകയും ആ ഭക്തി കൊണ്ട് തന്നെ ശരീരാദി ജഡതത്വങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രജ്ഞൻ എന്ന് പറയപ്പെടുന്ന ജീവാത്മാവിൽ പരമാത്മാവിനെ അപരോക്ഷമായി അറിയുകയും ചെയ്യുന്നു. ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെ എന്നുള്ള അനുഭവം ആ മുനിമാർക്കുണ്ടാകുന്നു. അതാ പുംഭൃദ്വിജശ്രേഷ്ഠാവർണാശ്രമ വിഭാഗശ സ്വനുദിഷ്ടസ്യ ധർമ്മസ്യ സംസിദ്ധിർ ഹരിതോഷണം. ഭക്തി കൊണ്ടു തന്നെ പരമാത്മാനുഭവം ഉണ്ടാകുന്നതിനാൽ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ ബ്രാഹ്മണാദി വർണ്ണഭേദങ്ങളെയും ബ്രഹ്മചര്യാദി ആശ്രമങ്ങളെയും അവലംബിച്ച് ഓരോരുത്തരും അവരവർക്ക് വിധിച്ചിരിക്കുന്ന നിത്യനൈമിത്തിക കർമ്മങ്ങളെ ശ്രദ്ധയോടെ നടത്തി വരുന്നതിൻ്റെ ശരിയായ ഫലപ്രാപ്തി അർദ്ധലാഭമല്ല, ശ്രീഹരിയെ സന്തോഷിപ്പിക്കുവാനുപകരിക്കുന്ന ആരാധന തന്നെ ധർമ്മത്തിൻ്റെ യഥാർത്ഥമായ ഫലം. തസ്മാദേകേന മനസാ ഭഗവാൻ സാത്വതാംബരി ശ്രോതവ്യകീർത്തിതവ്യശ്ചാധ്യേയ പൂജ്യശ്ച നിത്യത. ഭക്തിഹീനമായ ധർമാനുഷ്ഠാനം കേവലം ശ്രമമാകയാൽ ഭക്തി ഉണ്ടാവണമെന്നുള്ള മുഖ്യോദ്ദേശത്തോടുകൂടെ തന്നെ ധർമ്മത്തെ അനുഷ്ഠിക്കണമെന്നുള്ള സ്വമതത്തെ ഈ പദ്യത്താൽ ഉറപ്പിക്കുന്നു. ആകയാൽ ഹേ മുനിമാരെ, ഏകാഗ്രമായ മനസ്സോടുകൂടെ ഭക്തന്മാരെ പരമസങ്കടത്തിൽ നിന്ന് രക്ഷിക്കുന്ന നാഥനായ ഭഗവാനെക്കുറിച്ച് തന്നെ നിത്യവും കേൾക്കുകയും കീർത്തിക്കുകയും ധ്യാനിക്കുകയും പൂജിക്കുകയും ചെയ്യണം. യദ്ധ്യാസനായുക്ത കർമ്മഗ്രന്ഥി നിബന്ധനം ചിന്തന്തി കോവിദാസ്തസ്യാഗോ ന കുര്യൽ കഥാരഥിം. ഇതുവരെയുള്ള പദ്യങ്ങളാൽ ഭക്തിരഹിതമായ ധർമ്മം വ്യർത്ഥപ്രായമാണ് സംഗതിയെ ഉറപ്പിച്ചു. ഇനിമേലുള്ള പദ്യങ്ങളെ കൊണ്ട് ഭക്തി മുക്തിയെ നൽകും എന്നതിനെ വിസ്തരിക്കുന്നു. യാതൊരു ഭഗവാന്റെ സ്വരൂപധ്യാനമാകുന്ന ഖഡ്ഗത്തോടു കൂടിയിരിക്കുന്ന വിദ്വാൻമാർ അഹങ്കാരത്തെ വർദ്ധിപ്പിക്കുന്നതായ കർമ്മത്തെ മുറിച്ചു കളയുന്നു. ഞാൻ കർമ്മം ചെയ്യുന്നവൻ, ഫലം അനുഭവിക്കുന്നവൻ എന്നിങ്ങനെയുള്ള വിചാരത്തെ ക്രമത്തിൽ നശിപ്പിച്ച് യാതൊരു ഭഗവാന്റെ പ്രേരണയാൽ ചെയ്യപ്പെടുന്ന സകല കർമ്മങ്ങളും പുണ്യവും ഭാവവും എല്ലാം ആ പാദപത്മങ്ങളിൽ തന്നെ സമർപ്പിച്ചും കൊണ്ട് കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നുവോ ആ ഭഗവാന്റെ കഥകളെ കേൾക്കണമെന്നുള്ള ശ്രദ്ധ ആർക്കു തന്നെ ഉണ്ടാകയില്ല. അഹങ്കാരത്തെ നശിപ്പിക്കുവാനുള്ള വാളാണ് ഭഗവത് കഥാരഥി. ശുശ്രൂഷോ ശ്രദ്ധധാനസ്യ വാസുദേവ കഥാരുചി സ്യാത്മഹത് സേവയാ വിപ്രാ പുണ്യതീർത്ഥ നിഷേവണാൽ. ഭക്തി മുക്തിക്ക് കാരണമാണെന്ന് പറഞ്ഞ ശേഷം അതുണ്ടാകുവാനുള്ള മാർഗം പറയുന്നു. പാപങ്ങളെ നശിപ്പിക്കുന്നതിനും പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതിനും ശക്തിയുള്ള പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം, ക്ഷേത്രദർശനം എന്നിവ നിമിത്തം മഹാന്മാരെ സേവിപ്പാനിടവരും. അപ്പോൾ അവർ പറയുന്ന ഹരികഥകൾ കേൾക്കണമെന്നുള്ള ആശയുണ്ടാകും. ആ വിധം വാസുദേവന്റെ കഥയിൽ അഭിരുചി ജനിക്കും. ശൃണ്വതാം സ്വകഥാം കൃഷ്ണ പുണ്യശ്രവണകീർത്തന ഹൃദ്യന്തസ്തോഹ്യഭദ്രാണി വിധുനോതി സദാം. സജ്ജനങ്ങൾക്ക് സൽഫലത്തെ നൽകുന്നവനും ശ്രവണകീർത്തനങ്ങളിൽ തൽപരന്മാരായവർക്ക് പുണ്യങ്ങളെ വർദ്ധിപ്പിക്കുന്നവനുമായ ശ്രീകൃഷ്ണൻ തൻ്റെ കഥ കേൾക്കുന്നവരുടെ ഹൃദയത്തിലിരുന്ന് കാമാദി ദുർവാസനകളെ നശിപ്പിക്കുന്നു. കഥ കേൾക്കാത്തവരുടെ ഹൃദയത്തിലും കൃഷ്ണനില്ലയോ എന്ന് ശങ്കിക്കരുത്, ഉണ്ട്. എന്നാൽ കഥാശ്രവണത്താൽ ഉദ്ദീപിതനാകുമ്പോൾ പാപം നശിപ്പിക്കും എന്ന് സാരം. വിറകുകളിൽ സ്വതയുള്ള അഗ്നി അതിനെ ദഹിപ്പിക്കയില്ല, മഥനത്താൽ ഉജ്ജ്വലിപ്പിച്ചാൽ മരത്തെ ദഹിപ്പിക്കും. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. നിത്യവും ഭക്തന്മാരോടുള്ള ചർച്ച കൊണ്ടും ഭാഗവത ശ്രവണ പാരായണം കൊണ്ടും ഹൃദയത്തിലുള്ള മലിനവാസനകൾ സാമാന്യവും നശിക്കുമ്പോൾ ഹൃദയാന്ധകാരത്തെ നശിപ്പിക്കുന്ന യശസ്സോടുകൂടിയ ശ്രീ വാസുദേവനിൽ ഇളക്കമില്ലാത്തതായ ഭക്തി ജനിക്കും. ജ്ഞാനം അനുഭവത്തിൽ വരുമ്പോൾ അമംഗളങ്ങൾ നിശേഷം നശിക്കും. ശ്രവണാദികൾ കൊണ്ട് മിക്കതും നശിക്കും. തടിച്ചുകൂടിയിരിക്കുന്ന കാമാതിവൃത്തികൾ ക്ഷയിച്ചു വരുന്നവരും ഭക്തിയും ഭക്തിയാൽ ജ്ഞാനവും ജ്ഞാനത്താൽ ആനന്ദവും അനുഭവമായി വരും എന്നു കാണിപ്പാനാണ് നഷ്ടപ്രായേഷു എന്നുള്ള വിശേഷണം. തഥാ രജസമോഭാവ കാമലോഭാദേശയെ ചേതേതേരനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. ഭക്തിക്ക് ഇളക്കമില്ലാതാകുമ്പോൾ രജസ തമസ് എന്ന ഗുണങ്ങളും അവയിൽ നിന്നു ജനിക്കുന്ന അമംഗളങ്ങളായ കാമലോഭാദി വികാരങ്ങളും നശിക്കും. ആ വക വൃത്തികൾ കൊണ്ടുള്ള ദോഷമില്ലാതാകുമ്പോൾ സത്വഗുണത്തിൽ ഉറച്ചിരിക്കുന്ന മനസ്സിൻ്റെ ചാഞ്ചല്യം എന്ന ദോഷം നീങ്ങി പ്രസാദിക്കുന്നു. ഇളക്കം മനസ്സിനില്ലെന്ന് വരുത്തുന്നത് തന്നെ പ്രസാദം എന്നു സാരം. ഏവം പ്രസന്ന മനസ്സോ ഭഗവത് ഭക്തിയോഗത ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. ഈ വിധം ഭഗവാനെ നിരന്തരം ഭജിക്കുന്നവൻ്റെ മനസ്സ് പ്രസാദിക്കയാൽ നിസ്സാരങ്ങളായ വിഷയസുഖങ്ങളിൽ പ്രവേശിക്കാത്തതിനാൽ സംഗമറ്റിരിക്കുന്ന അവന് ഭഗവാന്റെ സത്യസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നു.
ഭിദ്യതേ ഹൃദയഗ്രന്ഥി സിദ്ധ്യന്തേ സർവംശയാ ക്ഷീയന്തേ ചാസ്യകർമാണി ദുഷ്ട ഏവാത്മനീശ്വരേ. ഭഗവത് തത്വവിജ്ഞാനം എന്നാൽ എന്തെന്നും അതിൻ്റെ ഫലം എന്തെന്നും വിവരിക്കുന്നു. സർവേശ്വരനായ ഭഗവാൻ തന്നെ ആത്മാവായിരിക്കുന്നവൻ എന്നുള്ള പ്രത്യക്ഷമായ അറിവ് അപരോക്ഷാനുഭൂതി തന്നെ തത്വജ്ഞാനം. ഈ അറിവ് എപ്പോഴുണ്ടാകുന്നു അപ്പോൾ ഞാൻ എന്ന് തോന്നിയിരുന്നതായ ഭാവനയാകുന്ന അഹങ്കാരം ഹൃദയഗ്രന്ഥി നശിക്കുന്നു. ദേഹത്തോടു കൂടാതെ അന്യമായ ചൈതന്യമുണ്ടോ? ഉണ്ടെങ്കിൽ ആ ചൈതന്യമോ ദേഹമോ ഞാൻ എന്നീ വിധമുള്ള അസംഭാവന, വിപരീത ഭാവന എന്ന ദോഷരൂപങ്ങളായ സംശയങ്ങളെല്ലാം നശിക്കുന്നു. ഇതിനാൽ ഫലത്തെ കൊടുക്കാനായൊരുക്കമുള്ള ഇവന്റെ കർമ്മങ്ങൾ, സഞ്ചിത കർമ്മങ്ങൾ എല്ലാം ക്ഷയിക്കുന്നു. ഈ അവസ്ഥയാണ് മോക്ഷം. അതോ വൈ കവയോ നിത്യം ഭക്തിം പരമയാമുദ വാസുദേവേ ഭഗവതി കുർവന്ത്യാത്മപ്രസാദിനിം. ശ്രീഹരിഭക്തിയാൽ ജ്ഞാനവും അതിനാൽ മോക്ഷവും സിദ്ധിക്കുമെന്ന് കണ്ടതിനാൽ ഹരികഥാപ്രസംഗം സദാചാരമായി പരിണമിച്ചിരിക്കുന്നുവെന്ന് കാണിച്ചുകൊണ്ട് ഈ വിഷയത്തെ ഉപസംഹരിക്കുന്നു. മേൽ കാണിച്ച സംഗതിയാൽ ദീർഘദർശികളായ വിദ്വാൻമാർ പരമസന്തോഷത്തോടുകൂടെ നിത്യവും ശ്രീ ഭഗവാനായ വാസുദേവനെ പരമപ്രേമത്തോടുകൂടെ ഭജിക്കുന്നു. തന്നിൽ തന്നെ ജ്ഞാനസ്വരൂപനായി പ്രകാശിക്കുന്നവനാരോ അവൻ വാസുദേവൻ. അവനിൽ മനസ്സിനെ സ്ഥിരമാക്കുന്നത് തന്നെ ഭക്തി എന്ന് സാരം. വസിക്കുന്നവൻ വാസു, പ്രകാശിക്കുന്നവൻ ദേവൻ. സത്വം രജസ്തമൈതി പ്രകൃതിർഗുണാസ്തേർ യുക്തപരപുരുഷ ഏകവിഹാസ്യതത്തെ സിത്യാദയേ ഹരിവിരിഞ്ചി ഹരേരി സംജ്ഞ ശ്രേയാംസി തത്ര ഖലു സത്വതനോർ നൃണാംസ്യോ. ഹരിയെ ഭജിക്കണമെന്ന് സിദ്ധാന്തിച്ചതിന് കാരണം കാണിക്കുന്നു. ഏകനായ ഈശ്വരൻ പ്രകൃതി ഗുണങ്ങളായ സത്വം, രജസ്, തമസ് എന്നിവയെ അവലംബിച്ചിട്ട് ഈ ലോകത്തിൻ്റെ പരിപാലനം, സൃഷ്ടി, സംഹാരം എന്നീ കൃത്യങ്ങളെ നിർവഹിക്കുവാനായിട്ട് വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ എന്നീ 3 പേരുള്ള മൂർത്തികളെ ധരിക്കുന്നു. അവരിൽ വെച്ച സത്വമൂർത്തിയായ വാസുദേവനിൽ നിന്ന് ഭജിക്കുന്നവർക്ക് ശുഭഫലങ്ങൾ സിദ്ധിക്കും നിശ്ചയം. നാശരഹിതമായ പദത്തെ വിഷ്ണു മാത്രമേ നൽകുന്നുള്ളൂ. അതുകൊണ്ട് ശ്രീഹരിയെ ഭജിക്കണം. പാർത്ഥിവാദാരുണോ ധൂമസ്തദ്മാദഗ്നിസ്ത്രയീമയാം തമസസ്തു രജസ്സമാൽ സത്വം യൽ ബ്രഹ്മദർശനം. ഭൂമിയിൽ നിന്നുണ്ടാകുന്ന മരത്തിന്റെ കൊമ്പ് മുറിച്ച് കഷ്ണമാക്കി മേലും കീഴും ഓരോന്ന് വെച്ച് മഥനം ചെയ്യുമ്പോൾ അതിൽ നിന്ന് അഗ്നിയുടെ ലക്ഷണമായ പുകയും പിന്നെ അതിൽ നിന്ന് തീയും ഉണ്ടാകുന്നു. അഗ്നി സിദ്ധിച്ചാൽ വേദത്തിൽ പറഞ്ഞ വിധം യാഗാദികർമ്മം അനുഷ്ഠിക്കാം. പുക പുറപ്പെട്ട സമയം അഗ്നിയുണ്ടാകുമെന്നുള്ള സംഭാവന നിമിത്തം യാഗാനുഷ്ഠാനത്തിനൊരുക്കം കൂട്ടും. വിറക് മാത്രമായിരിക്കുമ്പോൾ യാഗപ്രസക്തി തന്നെ ഇല്ല. അതുപോലെ തമോ ഗുണത്തിൽ ബ്രഹ്മപ്രകാശത്തിന്റെ പ്രസംഗം പോലുമില്ല. രജസിൽ അതിനേക്കാളുമുണ്ട്. കർമ്മശ്രദ്ധയുണ്ടാകും. അപ്പോൾ അത് അല്പം ബ്രഹ്മപ്രകാശകമായി. സത്വഗുണം ബ്രഹ്മത്തെ തികച്ചും പ്രകാശിപ്പിക്കും. അതിനാൽ ബ്രഹ്മാനന്ദാനുഭവം സത്വമൂർത്തിയായ വിഷ്ണുവിനെ ഭജിക്കുന്നവർക്കുണ്ടാകും. ഭേജിരേ ഭഗവന്തമധോക്ഷജം സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പന്തേനുദാനിഹ. വിഷ്ണുവിനെ ഭജിക്കേണ്ടതിന് കാരണം പറഞ്ഞ ശേഷം സദാചാര്യത്തെ പ്രമാണത്വേന കാണിക്കുന്നു. ആദികാലം മുതൽക്ക് മുനികൾ വിശുദ്ധ സത്വഗുണസ്വരൂപനും ഭഗവാനുമായ ശ്രീഹരിയെ തന്നെ ഭജിച്ചു. ആ പൂർവന്മാരെ അനുസരിക്കുന്നവർ ക്ഷേമം അനുഭവിക്കുവാൻ യോഗ്യന്മാരായി ഭവിക്കുന്നു. മോക്ഷവോ ഘോരരൂപാൻ ഹിത്വാ ഭൂതപതീനഥ നാരായണകല ശാന്താ ഭജന്തി ഹ്യനസൂയവ. ബ്രഹ്മാവ്, ശിവൻ ഇവരെയും ഓരോരുത്തർ ഭജിക്കുന്നില്ലയോ? ഉണ്ട്. പക്ഷെ ഓരോ തുച്ഛസുഖങ്ങളെ കാക്ഷിക്കുന്നവരായ ബുദ്ധിഹീനന്മാർ ഭജിക്കുന്നു. നാശരഹിതമായ മോക്ഷത്തെ ആഗ്രഹിക്കുന്ന ബുദ്ധിമാന്മാരാകട്ടെ ഘോരന്മാരായ ഭൂതപ്രേതങ്ങളെയും അവരുടെ നാഥന്മാരായ ശിവബ്രഹ്മാദികളെയും ഉപേക്ഷിക്കുന്നു. എന്നാൽ ആ ദേവന്മാരെയോ അവരെ ഭജിപ്പിക്കുന്നവരെയോ നിന്ദിക്കുന്നില്ല. പരമശാന്തി രൂപമായ മോക്ഷത്തെ കൊടുപ്പാൻ അർഹമായ വിഷ്ണുവിൻ്റെ അവതാരങ്ങളെയും ഭജിക്കുന്നു. ഇതാണ് സൽസമ്പ്രദായം. ഈ വിധം ഭജിക്കുന്നവർ സത്വഗുണം അധികരിച്ചവരുമാകുന്നു. രജസ്തമപ്രകൃതയ സമശീലാ ഭവന്തി വൈ പിതൃഭൂതപ്രജേശാദീൻ ശ്രീ ഐശ്വര്യപ്രജേപ്സവ. എന്നാൽ ബ്രഹ്മാവാദി ദേവന്മാരെ ഭജിക്കുന്നവരില്ലയോ? ഉണ്ട്. അവരാരാണെന്ന് പറയുന്നു. രജോ ഗുണവും തമോ ഗുണവും വർദ്ധിച്ചിരിക്കുന്ന സ്വഭാവമുള്ളവർ. രജസ്തമോ ഗുണമൂർത്തികളായ പിതൃക്കൾ, ഭൂതങ്ങൾ, ബ്രഹ്മാവ് എന്നിവരോട് സമാനശീലമുള്ളവരാകയാൽ സമ്പത്ത്, ഐശ്വര്യം, സന്താനം എന്നിവയുടെ ലാഭത്തെ ഉദ്ദേശിച്ച് ബ്രഹ്മാവാദി ദേവന്മാരെ ഭജിക്കുന്നുവെന്നത് സുപ്രസിദ്ധമാകുന്നു. വാസുദേവപരാ വേദ, വാസുദേവപരാ മഖ, വാസുദേവപരാ യോഗ, വാസുദേവപരാ ക്രിയ,
വാസുദേവപരം ജ്ഞാനം വാസുദേവപരം തപ വാസുദേവപരോ ധർമ്മോ വാസുദേവപരാഗതി. വേദങ്ങള്, യാഗങ്ങള്, യോഗങ്ങള്, കർമ്മങ്ങള്, ജ്ഞാനശാസ്ത്രം, തപസ്, ധർമ്മശാസ്ത്രം, പരമഗതി എന്നിവയെ എല്ലാം വാസുദേവന്റെ പരമതത്വത്തെ വെളിപ്പെടുത്തുന്നതും വാസുദേവനെ പ്രാപിക്കുവാൻ ഉപകരിക്കുന്നതുമായ പ്രധാന മാർഗങ്ങളെയും ഉപായങ്ങളെയും ഉപദേശിക്കുന്ന മുഖ്യോദ്ദേശങ്ങളോടുകൂടെ ഏർപ്പെടുത്തപ്പെട്ടവയാകുന്നു. സ ഏവേദം സസർജാഗ്രേ ഭഗവാനാത്മമായ സദസദ്രൂപയാചാസോ ഗുണമയ്യാ ഗുണോ വിഭോ. ലോകത്തെ സൃഷ്ടിച്ച് അതിൽ പ്രവേശിച്ച് അതാതിനെ നിലനിർത്തുവാൻ തക്ക സാമർഥ്യമുള്ള വസ്തുവിലല്ലേ സർവശാസ്ത്രങ്ങളും ചെന്നുചേരുന്നത്. ഇങ്ങനെ വാസുദേവപരത്വം സിദ്ധിക്കുന്നുവെന്നുള്ള ശങ്കയെ 4 പദ്യങ്ങൾ കൊണ്ട് പരിഹരിക്കുന്നു. ജഗൽ സൃഷ്ടിയാദി ലീലകളെ നിർവഹിക്കുന്ന പരമതത്വം വാസുദേവൻ തന്നെ എന്നാണ് ഈ പദ്യങ്ങളുടെ സാരം. കാര്യകാരണഭാവത്തെ അവലംബിക്കുന്ന സ്വഭാവത്തോടു കൂടിയതും സത്വാദിഗുണ സമുദായാത്മികയുമായ തൻ്റെ മായ കൊണ്ട് ഗുണാതീതനും സർവവ്യാപിയുമായ ഭഗവാൻ വാസുദേവൻ ഈ ലോകത്തെ ആദിയിൽ സൃഷ്ടിച്ചു. വിലസിതേഷു ഗുണേഷു ഗുണവാനിവ അന്തഃപ്രവിഷ്ടാഭാതി വിജ്ഞാന വിജൃംഭിത. ജഗത്തിൻ്റെ കാരണം ഭഗവാൻ വാസുദേവനാണെന്ന് സാധിച്ചതിൽ പിന്നെ ജഗത്തിൽ പ്രവേശിക്കുക, നിലനിർത്തുക എന്ന ലക്ഷണത്തോടു കൂടിയ ലീലയെ പറയുന്നു. മായയിൽ നിന്നുണ്ടായിരിക്കുന്ന ഗുണങ്ങളുടെ കാര്യങ്ങളായ ആകാശാദി ഭൂതങ്ങളുടെ ഉള്ളിൽ ആ ഭഗവാൻ തന്നെ പ്രവേശിച്ചിട്ട് എന്നെ ആശ്രയിച്ചിട്ടാണ് ഈ ആകാശാദി ഭൂതങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ള അഭിമാനമുള്ളവൻ എന്ന പോലെ പ്രകാശിക്കുന്നു. എന്നാൽ പരമാർത്ഥത്തിൽ ആ വിധമായ അഭിമാനമോ ഗുണങ്ങളോട് ബന്ധമോ ഭഗവാനില്ല എന്തുകൊണ്ടെന്നാൽ ചിച്ഛക്തി കൊണ്ട് അത്യൂർജിതമായ സ്വരൂപമുള്ള ജ്ഞാനമൂർത്തിക്ക് അഭിമാനത്തിന് അവകാശമില്ലല്ലോ. യഥാഹ്യവഹിതോ വഹിനിർദാരുഷ്വയോനിഷു ജ്ഞാനേവ ഭാതി വിശ്വാത്മാ ഭൂതേഷു തഥാ പുമാൻ. ബഹുരൂപനായിരിക്കുന്നതും വാസുദേവൻ തന്നെയെന്നു കാണിക്കുന്നു. ഉപാധിഭൂതങ്ങളായ കാഷ്ടങ്ങളിൽ പ്രവേശിച്ച് ശോഭിക്കുന്ന ഏകരൂപനായ അഗ്നി കാഷ്ടങ്ങളുടെ സ്ഥൗല്യദൈർഘ്യങ്ങളെ അനുസരിച്ച് ബഹുരൂപനായിട്ട് കാണപ്പെടുന്നത് പോലെ ഏകനായ ഭഗവാൻ എല്ലാറ്റിലും അന്തര്യാമിയായിരിക്കുന്നുവെങ്കിലും ചതുർവിധ സൃഷ്ടിവർഗങ്ങളിൽ ജീവരൂപൻ വസിക്കുമ്പോൾ ബഹുരൂപൻ എന്ന പോലെ പ്രകാശിക്കുന്നു. അസൗ ഗുണമയർഭാവിർഭൂതസൂക്ഷ്മേന്ദ്രിയാത്മഭി സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുങ്ക്തേ ഭൂതേഷു തൽഗുണാൻ. സുഖവിഷയങ്ങളെ അനുഭവിക്കുന്നതായ ലീലയെ പറയുന്നു. ശ്രീഹരി ആകാശാദി സൂക്ഷ്മഭൂതങ്ങളെ, ശ്രോത്രാദികളായ ഇന്ദ്രിയങ്ങളെ, മനസ്സ് ഇവയോടുകൂടെ തന്നാൽ നിർമ്മിക്കപ്പെട്ട 4 വിധ സൃഷ്ടിവർഗങ്ങളിൽ പ്രവേശിച്ചിട്ട് അതാത് സൃഷ്ടിവർഗങ്ങൾക്ക് അനുരൂപമായ സുഖവിഷയങ്ങളെ അനുഭവിപ്പിക്കുന്നു. അതാത് പ്രാണിവർഗങ്ങളിൽ ജീവരൂപേണ വ്യാപചരിച്ചിരിക്കുന്നത് ശ്രീഹരിയാകയാൽ അതാത് ജീവന്മാരനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത് ശ്രീഹരി തന്നെ. എന്നാൽ ജ്ഞാനസ്വരൂപനായ ഭഗവാൻ അജ്ഞാനബന്ധം ഇല്ലാത്തവനാകയാൽ ജീവന്മാർക്ക് സുഖഭോഗങ്ങൾക്ക് കാരണഭൂതനായിരിക്കുന്നു എന്ന് കാണിപ്പാൻ ഭുങ്ക്തേ എന്ന പദത്തിന് ഭോജയതി ഭുജിപ്പിക്കുന്നു എന്ന അർത്ഥം ആചാര്യാഭിപ്രായമാകുന്നു. ഭാവയത്യേഷ തത്വേന ലോകാന്വേ ലോകഭാവന ലീലാവതാരാനുരതോ ദേവതിര്യങ്നരാദിഷോ. ലോകങ്ങൾക്ക് സുഖത്തെ വർദ്ധിപ്പിക്കുന്ന ഭഗവാൻ ശ്രീഹരി ദേവന്മാര്, മൃഗാദികള്, മനുഷ്യരെ അവരിൽ സ്വേച്ഛയാ സ്വരൂപങ്ങളെ ധരിച്ച് അവതരിച്ച് ഓരോ വിധ ലീലകളെ പ്രകാശിപ്പിച്ച് സത്വഗുണം കൊണ്ട് ലോകത്തെ പരിപാലിക്കുന്നു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ നൈബീഷയോപാഖ്യാനേ ദ്വിതീയോധ്യായാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.